പത്തനംതിട്ടയിൽ നിന്നും ഗവിയിലേക്കുള്ള പ്രധാന പാതയായ വഴിയായ പത്തനംതിട്ട വടശ്ശേരിക്കര സീതത്തോട് ആങ്ങുമൊഴി ഗവി റൂട്ടിലെ പ്രധാന പാതയിലെ ഒരു പാലം പുതുക്കിപ്പണിയാൻ 3 മാസം മുമ്പ് ഈ വഴി അടച്ചിരുന്നു. ഗവിയിലേക്കുള്ള സഞ്ചാരികൾക്ക്, വിനോദസഞ്ചാരികൾക്ക് മറുവഴി പെരുന്നാട് വഴി പോകേണ്ടി വരുന്നു. ശബരിമലയിലേക്കും ഗവിയിലേക്കുള്ളൊരു പ്രധാന പാതയിലെ ഒരു പാലമാണ്, പഴയ പാലം പുതുക്കിപ്പണിത ഒരു കാര്യം ഞങ്ങൾ നേരത്തെ വീഡിയോ ചെയ്തിരുന്നു. റെക്കോർഡ് വേഗത്തിൽ 3 മാസം കൊണ്ട്, ശരിക്കും പറഞ്ഞാൽ 100 ദിവസങ്ങൾക്കുള്ളിൽ പാലം പണി പൂർത്തിയായി. അതിൻ്റെ ദൃശ്യങ്ങൾ കാണാം. പാലം പണി തുടങ്ങുന്ന ദൃശ്യങ്ങൾ ഞങ്ങൾ അന്ന് കൊടുത്തത് വീണ്ടും കാണാം. 3 മാസം കൊണ്ടൊരു പ്രധാന പാലം പണി തീർന്നിരിക്കുന്നു. പത്തനംതിട്ട ഗവി ശബരിമല റൂട്ടിലെ പ്രധാന പാലം. ഇത് യാഥാർത്ഥ്യമായത് ഗവി ഉൾപ്പെടുന്ന കോന്നി മണ്ഡലത്തിൻ്റെ MLA ആയ KU ജനീഷ് കുമാറിൻ്റെ നേതൃത്വത്തിലുണ്ടായ നടപടികൾ മൂലമാണ്. കിഫ്ബി ഫണ്ടിൽ നിന്നും 2.25 കോടി 2,17,00,000 രൂപ മുടക്കിയാണ് ഈ പാലം പണിതത്. റെക്കോർഡ് സമയത്തിൽ. കേരളത്തിൽ ഒന്നും നടക്കില്ല എന്ന് പറയുന്നവർക്കുള്ളൊരു മറുപടിയാണിത്. ഈ വരുന്ന മാർച്ച് 5-ന് പാലം ഉദ്ഘാടനം ചെയ്യുകയാണ് ഗവിയിലേക്കുള്ള പ്രധാന പാതയിൽ. ഇനി ഗവി യാത്രികർക്ക് ബുദ്ധിമുട്ടില്ലാതെ സീതത്തോട് മാർക്കറ്റിലെ പാലത്തിലൂടെ ഗവിയിലേക്കും ശബരിമലയിലേക്കും പോകാൻ പറ്റും. അപ്പം ഇത്രയും പെട്ടെന്ന് ഇവിടെ ഇതൊക്കെ നടക്കും എന്നുള്ളത് പ്രാദേശിക തലത്തിൽ ഉള്ള വികസനത്തിൻ്റെ ഒരു നേർചിത്രമാണ് ഞങ്ങളീ പറയുന്നത്. കിഫ്ബി എങ്ങനെ കേരളത്തെ രക്ഷിച്ചു എന്നുള്ളത്. 85,000 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ കഴിഞ്ഞ 5-6 വർഷം കൊണ്ട് കേരളത്തിൽ നടന്നത് കിഫ്ബിയിലൂടെയാണ്. അങ്ങനെയാണ് സീതത്തോട് മാർക്കറ്റിലെ പ്രധാന പാലം യാഥാർത്ഥ്യമായത്. ഇത് മറച്ചു വെച്ചിട്ട് നമ്മൾ കാര്യങ്ങൾ കാണാൻ പാടില്ല. അപ്പോൾ ഇതോടൊപ്പം മാർച്ച് 5-ന് PWD മന്ത്രി, പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ്, അദ്ദേഹം ടൂറിസം മന്ത്രി കൂടിയാണെന്ന് അറിയാമല്ലോ. അദ്ദേഹം സീതത്തോട്ടിൽ മാർച്ച് 5-ന് വൈകിട്ട് ഈ പാലം ജനങ്ങൾക്ക് തുറന്നു കൊടുക്കുകയാണ്. ഒരു വലിയ ചടങ്ങ് ഇവിടെ സംഘടിപ്പിക്കുകയാണ്. അതോടൊപ്പം ഇത് ടൂറിസത്തിൻ്റെ സാധ്യത പറയുന്നത്. അതോടൊപ്പം സീതത്തോട് ഗവി റിവർ എത്നോ ഹബ് അതിൻ്റെ നിർമ്മാണ ഉദ്ഘാടനവും ടൂറിസം മന്ത്രി കൂടിയായ മുഹമ്മദ് റിയാസ് നിർവഹിക്കുകയാണ് ഇതേ ചടങ്ങിൽ. എന്താണ് സീതത്തോട് ഗവി റിവർ എത്നോ ഹബ്? സീതത്തോട് മാറുകയാണ് ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായിട്ട്. ഓൺ ദ വേ ടു ഗവിയിലേക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായിട്ട് സീതത്തോട് മാറുകയാണ്. പമ്പാ നദിയുടെ മുഖ്യ പോഷക നദി, പ്രധാന പോഷക നദിയായ കക്കാട്ടാറിൻ്റെ തീരത്താണ്, സീതത്തോട്ടിലാണ് ഈ സീതത്തോട് ഗവി റിവർ എത്നോ ഹബ് വരുന്നത്. 5 കോടി രൂപയുടെ പ്രോജക്റ്റാണ്. എല്ലാ അംഗീകാരവും കഴിഞ്ഞ് ടൂറിസം വകുപ്പ് നേരിട്ട് നടപ്പാക്കുന്ന 5 കോടി രൂപയുടെ വികസന പദ്ധതിയാണ്. അതായത് കക്കാട്ടാറിൽ, പമ്പയുടെ പോഷക നദിയായ കക്കാട്ടാറിൽ കയാക്കിങ്, റിവർ സ്പോർട്സ്, അതായത് ജലവുമായി ബന്ധപ്പെട്ട കായിക പ്രവർത്തനങ്ങൾ, പിന്നെ ഈ നദിയോട് ചേർന്ന് ഒരു 1-2 ഏക്കർ ഭൂമിയിൽ കോട്ടേജുകൾ പണിയുക, അങ്ങനെ ടൂറിസ്റ്റുകളെ ഇവിടെ താമസിപ്പിച്ചിട്ട് ഗവിയിലേക്ക് അയക്കുക. അതിനൊരു ഗവി ടൂറിസം ഒരു സൊസൈറ്റി രൂപീകരിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു വലിയ കുതിച്ചു ചാട്ടം ഗവി ടൂറിസത്തിലേക്ക് കൊണ്ടുവരുന്ന പദ്ധതിയാണ് ഈ മാർച്ച് 5-ന് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. അപ്പം ഒരു നാടിൻ്റെ മുഖച്ഛായ മാറ്റുന്നു ടൂറിസത്തിലൂടെ എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ നടക്കാൻ പോകുന്ന ഈ ചടങ്ങ് എന്ന് പറയുന്നത്. മുഹമ്മദ് റിയാസും മറ്റ് ചില മന്ത്രിമാരും ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ ഗവി ടൂറിസത്തിൻ്റെ ഏറ്റവും പുതിയ ഒരു കാര്യമായിട്ട് ഞങ്ങളിത് ഗവിയിലേക്ക് വരുന്നവരെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി പറയുകയാണ്. കുറേ ബുദ്ധിമുട്ടുകൾ ഇപ്പോൾ വന്നു ഈ 3 മാസം കൊണ്ട്. അപ്പോൾ ഈ പാലം പൊളിച്ചപ്പോൾ പലരും പറഞ്ഞു, ഇതിന് 1 കൊല്ലം സർക്കാർ നടപടിയല്ലേ, 1 കൊല്ലം കൊണ്ട് തീരുവോ പാലം? 3 മാസം കൊണ്ടൊരു പാലം 2.25 കോടി രൂപയ്ക്ക് തീർത്തു എന്നുള്ളത് കേരളത്തിൻ്റെ വികസന ചരിത്രത്തിലെ മറ്റൊരു അധ്യായമാണ്. ഗവി ടൂറിസത്തിൻ്റെ ഏറ്റവും വലിയ ബൂസ്റ്റാണിത്, ബൂസ്റ്റ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഈ വീഡിയോയിൽ ഇത് പറയാൻ കാര്യം. അതുകൊണ്ട് ഗവിയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇപ്പോഴും ഗവി തണുപ്പാണ്,
പുറത്ത് ലോകത്ത് ചൂടായെങ്കിലും ഗവിയിലേക്ക് പോയാൽ ഇപ്പോഴും തണുപ്പാണ്. ഗവിയിലേക്ക് ഞങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യും.